Next, method overriding. Overriding or overriding methods are derived or subclasses defining methods with the same name, return type, and arguments as those in the parent or superclass override their parents' methods. That is derived or subclass defining methods with the same name and return type and arguments as those in the parent or superclass override their parents' method. ഇപ്പോൾ വേറെ എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. കുറെ ആനിമൽസിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. കുറെ ആനിമൽസ്. ഇപ്പൊ ലയൺ ഉണ്ട്, ഹിപ്പോ ഉണ്ട്, ടൈഗർ ഉണ്ട്, ഡോഗ് ഉണ്ട്, കാറ്റ് ഉണ്ട്, ഫോക്സ് ഉണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്മളുടെ ആനിമൽസ്. അപ്പൊ ഇതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ ബിഹേവിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബിഹേവിയർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ചിലതിന് പെർട്ടിക്കുലർ ആയിട്ടൊരു ബിഹേവിയർ എക്സ്ട്രാ കൂടുതലുണ്ടാവും, അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യാം, ഇപ്പൊ കുറയ്ക്കുക എന്നുള്ളത് ചിലപ്പോൾ അല്ലെങ്കിൽ സോറി സൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാത്തിനും വരുന്നതാണ്. അപ്പൊ ഇതിന് ഒന്നുകൂടി അബ്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിൽ ആനിമലിൽ വരുന്ന കാറ്റഗറി എന്തൊക്കെയാ നോക്കാം. അതിൽ പിക്ചർ, അതിന് ഫുഡ്, ഹങ്കർ, പിന്നെ ബൗണ്ടറീസ്, ലൊക്കേഷൻ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ്ക്ക് നോയ്സ്, ഈറ്റ്, സ്ലീപ്പ്, മേക്ക് നോയ്സ്, ഈറ്റ്, സ്ലീപ്പിങ്, സ്ലീപ്പ് ഉണ്ട്, റോം. ഇതെല്ലാം ഇതിന്റെ ഒരു മെത്തേഡ്സ് ആണ്. അപ്പൊ ഇത് കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആനിമൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ. അപ്പോൾ ബാക്കി വരുന്ന ആനിമലിന്റെ സബ് ക്ലാസ്സിൽ വരുന്ന ലയൺ, ഹിപ്പോ, ടൈഗർ, ഡോഗ്, കാറ്റ്, വോൾഫ് എല്ലാം. നെക്സ്റ്റ്, ഇവിടെ നമുക്കറിയാം ഈ മേക്ക് നോയ്സും ഈറ്റ് എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ കോമൺ ആയിട്ട് അബ്സ്ട്രാക്ട്. അപ്പൊ ഇതിന് ചിലപ്പോൾ ആ നോയ്സ് ഉണ്ടാക്കുന്നത്, സ്ലീപ്പിംഗ് റോമിങ് ചിലപ്പോൾ സെയിം ആവാം. ഈ നോയ്സ് ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യാം, ഒരു സ്റ്റൈല് വ്യത്യാസം ഉണ്ടാവും ഏതോ ഇൻഡിവിജ്വൽ ആനിമൽസിന് എടുത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈറ്റിംഗ് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ ആനിമൽസ് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിനെന്ത് ചെയ്യാം, അത് ചിലപ്പോൾ കോമൺ തന്നെ ആവണം നിർബന്ധമില്ല ഇവിടെ. അപ്പൊ അത് മേക്ക് നോയ്സ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഓവർ റൈഡ് ചെയ്യാം. അതായത് ആ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ മേക്ക് നോയ്സ് അതിന്റെ ഈറ്റ് എന്നുള്ളത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. താഴെ വീണ്ടും റീഡിഫൈൻ ചെയ്തു. ഇവിടെ ഒരു നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്ത് നോക്കുകയാണെ, ഇതാണ് നമ്മളുടെ ക്ലാസ് ഹൈറാർക്കി എന്ന് പറഞ്ഞ ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്. മേക്ക് നോയ്സ്, ഈറ്റ്, റോം. ഇതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, സബ് ക്ലാസ്സുകൾ ഇങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് തരും. ഫെലൈൻ, ഹിപ്പോ, കെനൈൻ എന്നുള്ള ഓരോ കാറ്റഗറി ആക്കി. അതിൽ വരുന്നത് ഫെനലിൽ വരുന്നതാണ് എന്ത് ചെയ്യുക, ലയണും ടൈഗറും കാറ്റൊക്കെ ആ സ്റ്റൈലിലാണ് വരുന്നത്. അപ്പൊ അവിടെ മേക്ക് നോയ്സ് ഇവിടെ നോക്കൂ, ഈ ലയണിന്റെ കേസിലൂടെ മേക്ക് നോയ്സ് വീണ്ടും റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കാരണം മറ്റുള്ളതിന്റെ പോലെ ആയിരിക്കില്ല അതിന്റെ സൗണ്ടും അത് കഴിക്കുന്ന ഈറ്റിംഗ് വ്യത്യാസം ഉണ്ടാവും. ഈ പാരന്റ് ക്ലാസ് കൂടാതെ തന്നെ ഇവിടെ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മളിപ്പോ ഇതില് പാരന്റ് ക്ലാസ്സിൽ ഓൾറെഡി ഇപ്പൊ മേക്ക് നോയ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ എന്ത് ചെയ്തു, ഇതിലും ഈ സബ് ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ വന്ന സബ് ക്ലാസ്സിൽ വന്നത് എന്ത് ചെയ്യാ, ഓവർ റൈഡ് ചെയ്യാം. നമ്മളെ മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ വന്നുള്ള എന്ത് ചെയ്യാ, ഓവർ റൈഡ് ചെയ്യാം. അതായത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച എന്നത് മനസ്സിലാക്കാം. ആനിമൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ്. അതില് മെത്തേഡ്സ് ആണ് മേക്ക് നോയ്സ്, ഈറ്റ്, സ്ലീപ്പ്, റോം. ഇതില് കെനൈൻ എന്ന് പറഞ്ഞ വിഭാഗത്ത് പെടുന്നതാണ് എന്ത് ചെയ്യുക, അതിന്റെ ഒരു മെത്തേഡ് വീണ്ടും ഓവർ റൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആനിമൽസിനും പോലെ അതിന്റെ വീണ്ടും ഇതിന്റെ സ്റ്റൈല് വ്യത്യാസമുണ്ട്. റോം ഇങ്ങനെ കൊടുത്തു. ഈ വോൾഫ് അതിന്റെ സബ് ക്ലാസ് ആണ്. അതിന്റെ സബ് ക്ലാസ്സിൽ മേക്ക് നോയ്സ് അതിന്റെ വ്യത്യാസമുണ്ട്. ഈറ്റ് കൊടുത്തിട്ട്
ഇനി ഇതിന് നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്ലാസ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ ഇതിന്റെ സബ് ക്ലാസ്, അതായത് വോൾഫിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡബ്ല്യു ക്രിയേറ്റ് ചെയ്തു, ന്യൂ കീവേഡ് ഉപയോഗിച്ചിട്ട് ഡബ്ല്യു ഈക്വൽ ടു ന്യൂ ഡബ്ല്യു എന്ന് കൊടുത്തു. ഇനി ഞാനിതിനെ ആക്സ് ചെയ്യാണ്, ഡബ്ല്യു ഡോട്ട് മെയ്ക്ക് നോയ്സ് എന്ന് കൊടുത്താൽ, ഡബ്ല്യു ഡോട്ട് മെയ്ക്ക് നോയ്സ് എന്ന് കൊടുത്താൽ എന്തായിരിക്കും വർക്ക് ചെയ്യുക? ഇവിടെ വോൾഫിലുള്ളതായിരിക്കും വർക്ക് ചെയ്യുക. കാരണം ഓൾറെഡി ഇവിടെ മെയ്ക്ക് നോയ്സ് ഉണ്ടെങ്കിൽ കൂടി ഇവിടെ ഇതിന്റെ സബ് ക്ലാസ്സിലുള്ള എന്ത് ചെയ്യുക, അതിനെ റീഡിഫൈൻ ചെയ്യുക, ഓവർ റൈഡ് ചെയ്യും. നിലവിലുള്ള പാരന്റ് ക്ലാസ്സിന്റെ ഓവർ റൈഡ് ചെയ്തിട്ട് താഴത്താണ് എന്ത് ചെയ്യുക, ആക്സ് ചെയ്യും. ഇനി ഡബ്ല്യു ഡോട്ട് റോം എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട് റോം, അതിനെ ഇവിടെയുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഇതിലെ സബ് ക്ലാസ്സിൽ അതിനെ എന്ത് ചെയ്യുക, ഓവർ റൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഡബ്ല്യു ഡോട്ട് ഈറ്റ് എന്ന് പറഞ്ഞു. ഈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഈറ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതിലാണ് ഓവർ റൈഡ് ചെയ്യുക നമ്മള്? ഈറ്റ് വോൾഫിലുള്ള അല്ലേ, വോൾഫിലുള്ള ഈറ്റ് ഓവർ റൈഡ് ചെയ്യുക. ഇനി സ്ലീപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ്, അത് ഓവർ റൈഡ് ചെയ്യുക ആനിമൽ, കാരണം അത് വേറെ താഴെ ഇട്ടു. ഇതാണ് ഓവർ റൈഡിന്റെ നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാം കാണാം. ഈ ഒരു പ്രോഗ്രാമിൽ എ എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. നമുക്ക് ചെയ്തോ, എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഞാനിതിൽ ഇതെടുത്തു, നമ്മളുടെ എ എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഇൻഡ് ജെ ഈക്വൽ ടു 1, then ഇൻഡ് എഫ് റിട്ടേൺ ജെ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഇത് ക്ലോസ് ചെയ്തു. അതിന്റെ ക്ലാസ് ബി ഇതുപോലെ തന്നെ ഇൻഡ് ജെ റിട്ടേൺ ചെയ്തു. അപ്പൊ ക്ലാസ് ബി എക്സ്റ്റെൻഡ് ചെയ്യണേ ക്ലാസ് എ തന്നെയാണ്. ഇനി ഒരു മെയിൻ ഫംഗ്ഷൻ കൊടുത്തു, ക്ലാസ് ഓവർ റൈഡ് ടെസ്റ്റ് എന്ന് അതിന്റെ പേര് കൊടുത്തത്. അല്ലെ ഓവർ റൈഡ്, ഓവർ എന്ന് കൊടുത്തു, ഓവർ മാത്രം കൊടുത്തു പേര്, ഓവർ, ക്ലാസ് ഓവർ എന്ന് കൊടുത്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് പബ്ലിക്, പിന്നെ ബി എന്ന ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. അതിന് സിസ്റ്റം ഡോട്ട് ഔട്ടിൽ ബി ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം. ബി ഡോട്ട് എഫ് എന്ന് കൊടുത്ത് എന്തായിരിക്കും വർക്ക് ചെയ്യുക? അതായത് ബി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ബി ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വർക്ക് ചെയ്യുക? അതിന്റെ നിലവിലുള്ള ഇ എഫ് ആണോ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇ എഫ് ആണോ വർക്ക് ചെയ്യുക? ഏതായിരിക്കും? ക്ലാസ് ബിയിലല്ലേ. ക്ലാസ് എ ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്യുന്നെങ്കിൽ കൂടി ഇവിടെ അതിന് എഫ് മുകളിലുണ്ട്, പാരന്റ് ക്ലാസ്സിലുണ്ട്, സബ് ക്ലാസ്സിലും എഫ് തന്നെ സെയിം മെത്തേഡ് തന്നെ വരുന്നുണ്ട്. പക്ഷെ ആ J2 ആയിരിക്കും ഔട്ട്പുട്ട് വരിക, 1 അല്ല 2 ആയിരിക്കും വരിക, കാരണം ഇതിനെ ഓവർ റൈഡ് ചെയ്തു. നമ്മളൊന്ന് ചെയ്തു നോക്കാം. ഏതായാലും സേവ് ചെയ്യുക. നമ്മൾ ഓവർ എന്നാണ് ഇതിന്റെ ഫയലിന്റെ പേര് കൊടുത്ത് സേവ്. അവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് ബിന്റെ ഒബ്ജക്റ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്തത്? ആ സബ് ക്ലാസിന്റെ ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ മെയിന്റെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതും കിട്ടൂലേ ഡിസ്പ്ലേ ആയിട്ട്? അതല്ല, നമ്മളവിടെ ഈ പാരന്റ് ക്ലാസ്സിൽ എക്സ്റ്റെൻഡ് കൊടുത്തോണ്ട് ശരിക്കും സൂപ്പർ ക്ലാസ് ആണല്ലോ വർക്ക് ചെയ്യേണ്ടത്. എക്സ്റ്റൻസ് കീവേഡ് കൊടുത്തോണ്ട് സൂപ്പർ ക്ലാസ് ആണല്ലോ വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സൂപ്പർ സെയിം വേരിയബിൾ ഇതിനെ വരികയാണെങ്കിൽ, അതായത് മെത്തേഡ് നെയിമും ആർഗ്യുമെന്റ്സ് എല്ലാം സെയിം വരികയാണെങ്കിൽ താഴത്തുള്ള സബ് ക്ലാസ്സിലുള്ളതാണ് എന്ത് ചെയ്യുക, അവിടെ ആക്സ് ചെയ്യാം. ഞാൻ സേവ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിൽ ജാവയിൽ കയറിയിട്ട് ഇവിടെ ഞാൻ CMD കമാൻഡ് കൊടുത്തു. ഇനി ജാവാസി സേവ് ചെയ്തത്,
പേര് ഓവർ ജാവ പേര് ഓവർ ജാവ ജാവ സി ഓവർ ജാവ ഓവർ ജാവ എൻ്റർ ചെയ്തു. There is no error. ഇനി ഇത് ജാവ ഓവർ എൻ്റർ ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് 2 എന്നാണ് വന്നത്. ക്ലിയർ ആണോ?